നമുക്ക് ഇനി നേരെ ശിശുക്ഷേമ സമിതിയിലേക്ക് പോകണം. അവിടെ 2.5 വയസ്സുകാരിയെ ക്രൂരമായി പീഡിപ്പിച്ചതിനെതിരെയുള്ള പ്രതിഷേധമാണ് അവിടെ നടക്കുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. 2.5 വയസ്സുകാരിക്കാണ് കൊടും ക്രൂരത ഏറ്റുവാങ്ങേണ്ടി വന്നത്. കിടക്കയിൽ മൂത്രമൊഴിച്ചതിന് കുഞ്ഞിനെ ക്രൂരമായി ഉപദ്രവിച്ച സംഭവം, അതിലാണ് പ്രതിഷേധം നടക്കുന്നത്. തിരുവനന്തപുരം ശിശുക്ഷേമ സമിതിയിൽ നടക്കുന്ന പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. റോഷിപാൽ നമുക്കൊപ്പമുണ്ട്. റോഷിപാൽ, ഇപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? പ്രവർത്തകർ ശിക്ഷാ സമിതി ഓഫീസിലേക്ക് പാലിയേറിയത് ഭരണസമിതി ജനറൽ സെക്രട്ടറിക്കെതിരെയുള്ള പ്രതിഷേധമാണ്. ശിശുക്ഷേമ സമിതി ഭരണസമിതിക്ക് വലിയ വീഴ്ച സംഭവിച്ചു എന്ന ആക്ഷേപമാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് നേതൃത്വം ഉയർത്തുന്നത്. ഇപ്പോൾ ഇവിടെ തടയാൻ ശ്രമിച്ച ഇവിടുത്തെ ജീവനക്കാരുമായുള്ള വാക്ക് തർക്കമാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെ മുകളിലേക്ക് കയറ്റിവിടുന്നില്ല. അങ്ങനെ മുകളിലേക്ക് കയറാൻ ശ്രമിച്ച യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെ തടഞ്ഞപ്പോൾ അവിടെ ജീവനക്കാരുമായി, ഈ ശിശുക്ഷേമ സമിതിയിലെ ജീവനക്കാരുമായുള്ള വാക്ക് തർക്കമാണ്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ശിശുക്ഷേമ സമിതിയിൽ ജനറൽ സെക്രട്ടറി അരുൺ ഗോപിയുടെ ഓഫീസിലേക്ക് ഇടിച്ചു കയറാനാണ് ശ്രമിച്ചത്. അപ്പോൾ തന്നെ സുരക്ഷാ ജീവനക്കാരടക്കം എത്തി ഓഫീസിലുള്ള ശിക്ഷാ സമിതിയുടെ ജനറൽ സെക്രട്ടറി അരുൺ ഗോപി ഓഫീസിലുള്ള അരുൺ ഗോപിയെ കാരണം അരുൺ ഗോപിക്കെതിരെയുള്ള പ്രതിഷേധം പ്രകടിപ്പിക്കാനുള്ള അനുമതി വേണം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ജീവനക്കാരുമായി തർക്കിക്കുന്നത്. അരുൺ ഗോപിയുടെ ഓഫീസിലേക്ക് ഇരച്ചു കയറാനുള്ള ശ്രമമാണ് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷൻ നേമൻ ഷജീറിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ. റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം ശിശുക്ഷേമ സമിതി ഓഫീസിലേക്കാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം നമ്മൾ കണ്ടത്. അവിടെ സെക്രട്ടറി അരുൺ ഗോപിയെ കാണണം, അരുൺ ഗോപിയെ പ്രതിഷേധം അറിയിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ അവിടെ ബഹളം നടക്കുന്നത്. 7 താൽക്കാലിക ജീവനക്കാരെ ഈ സംഭവം അറിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു വിട്ടു. അവരെ ഒരു തരത്തിലും സംരക്ഷിക്കില്ല, നിയമപരമായ എല്ലാ നടപടികളും സ്വീകരിക്കും, കർശന നടപടി എടുക്കുമെന്നാണ് ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി അരുൺ ഗോപി പറഞ്ഞത്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം അവിടെ തുടരുകയാണ്. ജീവനക്കാരുമായുള്ള വാക്കേറ്റമാണ് നമ്മൾ കാണുന്നത്. അവരിപ്പോൾ ശിശുക്ഷേമ സമിതിയുടെ കവാടത്തിനകത്ത് കടന്നിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. റോഷിപാൽ, ഇപ്പോൾ മുകളിലേക്ക് അരുൺ ഗോപിയുടെ മുറിയിലേക്ക് പോകാതെ തടയുകയാണോ? സുജയ, ഈ പ്രതിഷേധിച്ചെത്തിയ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷൻ നേമൻ ഷജീർ, ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി രജിത്ത് ഉൾപ്പെടെയുള്ള നേതാക്കളാണ് പ്രതിഷേധിച്ചത്. അവരെ ഈ പ്രവർത്തകർ ഇവിടെ പടിക്കെട്ടിൽ ഇവിടെ പ്രതിഷേധിക്കുകയായിരുന്നു. ഈ ജീവനക്കാർ, സുരക്ഷാ ജീവനക്കാരനും ഇവിടെയുള്ള മറ്റ് 4 ജീവനക്കാരും ചേർന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തടയാൻ ശ്രമിച്ചു. അവരുമായാണ് വാക്കേറ്റം ഉണ്ടായത്. അത് വലിയ രീതിയിലുള്ള ഒരു തർക്കത്തിലേക്ക്, കയ്യാങ്കളിയിലേക്ക് എത്തുകയായിരുന്നു. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ ഇവിടെ ഈ പടിക്കെട്ടിൽ നിന്ന് ഇവിടെ പ്രതിഷേധിക്കുകയാണ്. ഈ ശിശുക്ഷേമ സമിതിക്ക് കുട്ടിക്ക് നേരേണ്ട അതിക്രമം അത് കൃത്യമായി കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന ആരോപണവുമാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ്
നേതൃത്വം ഉയർത്തുന്നത്. കൃത്യമായി അത് കണ്ടെത്തിയിരുന്നെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കൃത്യമായ ഒരു പരാതി കൃത്യസമയത്ത് പോലീസിലെത്തിക്കാൻ കഴിഞ്ഞില്ല. വലിയ വീഴ്ച ശിശുക്ഷേമ സമിതി ഭരണസമിതിക്ക് ഉണ്ടായി എന്ന രീതിയിലാണ് ഇപ്പോൾ ആരോപണം യൂത്ത് കോൺഗ്രസ് നേതൃത്വം ഉയർത്തുന്നത്. ഏതായാലും ഇപ്പോഴും ഈ പടിക്കെട്ടിൽ, ഈ അരുൺ ഗോപിയുടെ ഓഫീസിലേക്ക് പോകുന്ന പടിക്കെട്ടിൽ ഇപ്പോഴും തർക്കം നടക്കുകയാണ്. ജീവനക്കാരും യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരും തമ്മിലുള്ള തർക്കമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. സുജയ, അതിന്റെ ദൃശ്യങ്ങളാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം ഈ ശിശുക്ഷേമ സമിതിയുടെ ഈ ഓഫീസിൽ ഇവിടെ ഉള്ള വെച്ചാണ് 2.5 വയസ്സുകാരിയായ കുട്ടിക്ക് നേരെ രഹസ്യഭാഗത്ത് ഈ സ്ഥാപനത്തിലെ തന്നെ ജീവനക്കാരിയുടെ ഭാഗത്ത് നിന്ന് അതിക്രമം, ക്രൂരമായ മുറിവേൽപ്പിക്കുന്നത്. അത് കണ്ടെത്തിയത് കുഞ്ഞിനെ പിന്നീട് കുളിപ്പിക്കുമ്പോഴായിരുന്നു. ആ കാര്യം അത് പരാതിയായി ശിശുക്ഷേമ സമിതി ഭരണസമിതി ജനറൽ സെക്രട്ടറി അരുൺ ഗോപി പോലീസിനെ അറിയിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് എത്തി 3 ജീവനക്കാരെ അറസ്റ്റ് ചെയ്തു. 7 ജീവനക്കാർക്കെതിരെ നടപടിയുമുണ്ട്. പക്ഷേ ഇത് കൃത്യസമയത്ത് ഈ കുട്ടിക്കെതിരെയുള്ള അതിക്രമം അത് കണ്ടെത്തുന്നത് കഴിഞ്ഞില്ല എന്ന ആരോപണമാണ്, അങ്ങനെയുള്ള ഒരു വിമർശനമാണ് ഇപ്പോൾ ഉയർത്തുന്നത്. അതാണ് ഈ പ്രതിഷേധത്തിന് വഴിയൊരുക്കിയതും. ഈ ഭരണസമിതി ഈ കാര്യത്തിൽ വീഴ്ച സംഭവിച്ചു, കുട്ടികളെ സുരക്ഷിതരായി സൂക്ഷിക്കാൻ ഭരണസമിതിക്ക് സാധിക്കുന്നില്ല എന്ന ആക്ഷേപമാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് നേതൃത്വം ഉയർത്തുന്നത്. ഈ ഓഫീസിലേക്ക് ഇരിച്ചു കയറിയ പ്രവർത്തകരെ ഈ ജീവനക്കാർ തടഞ്ഞു. അവിടെയാണ് കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. തിരുവനന്തപുരം ശിശുക്ഷേമ സമിതിയിലാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ശിശുക്ഷേമ സമിതിയിലെ ജീവനക്കാരും തമ്മിലുള്ള വാക്കേറ്റത്തിലേക്ക് പോയിരിക്കുന്നത്. ജനറൽ സെക്രട്ടറി അരുൺ ഗോപിയെ കാണണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് 2.5 വയസ്സുകാരിക്ക് ക്രൂരമായി ശിശുക്ഷേമ സമിതിയിൽ നിന്നുണ്ടായ അതിക്രമം, അതിനെതിരെ പ്രതിഷേധം ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് നടത്തുന്നത്. 2.5 വയസ്സുള്ള കുഞ്ഞിന്റെ ജനനേന്ദ്രിയത്തിൽ മുറിവേൽപ്പിച്ചത് കുഞ്ഞിനെ നോക്കാനേൽപ്പിച്ച ആയമാർ തന്നെയാണെന്നുള്ളതാണ് നമ്മളെ ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു കാര്യം. സംഭവിച്ചത് ശിശുക്ഷേമ സമിതിയിലാണ്.